ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ ഏവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യം. വെളിപ്പാട് 2:7. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മറ്റൊരു പ്രഭാതം നമുക്ക് ദാനമായി ദൈവം തമ്പുരാൻ നൽകി. പ്രാർത്ഥനയോടും ധ്യാനത്തോടും കൂടെ ഇന്നത്തെ പകൽ നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവ് സഭയെ നിരന്തരമായി പ്രബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എഫെസോസിലെ സഭയ്ക്ക് മഹത്തായ പ്രതിഫലമുണ്ട്. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. ഇതാണ് സഭയെ പരിശുദ്ധാത്മാവ് അറിയിക്കുന്നത്. ജയിക്കുന്നവൻ ആയോധനത്തെ സൂചിപ്പിക്കുന്നു. ദൈവത്തിനും പുത്രനായ ക്രിസ്തുവിനുമെതിരായി സാത്താനും അവൻ്റെ പ്രതിനിധിയായ എതിർ ക്രിസ്തുവും ദുഷ്ടസേനകളും അണിനിരന്നിരിക്കുന്നു. സത്യമായി കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ വശത്ത് നിന്ന് യുദ്ധം ചെയ്യേണ്ടവരാണ്. കീഴടങ്ങരുത്, വിജയം വരിക്കണം. പീഡനം സഹിക്കുന്ന ക്രിസ്ത്യാനി ക്രിസ്തുവിൻ്റെ ധീരസേനാനിയാണ്. രക്തസാക്ഷി മരണം പരാജയമല്ല, വിജയമാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ജീവകിരീടം ഞാൻ നിനക്ക് തരും എന്ന വാഗ്ദാനം 10-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു. ജീവവൃക്ഷം ഉൽപ്പത്തി പുസ്തകത്തിൽ വർണ്ണിക്കുന്ന ഏദൻ തോട്ടത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും. ജീവവൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും യഹോവയായ ദൈവം നിലത്ത് നിന്ന് മുളപ്പിച്ചു. അതിൻ്റെ കനി വിലക്കപ്പെട്ടിരുന്നു. അതിൻ്റെ ഫലം തിന്നുന്നവൻ ദൈവത്തെ പോലെ ആകും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യം. യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തനെ പോലെ ആയി തീർന്നിരിക്കുന്നു. ഇപ്പോൾ അവൻ കൈ നീട്ടി ജീവവൃക്ഷത്തിൻ്റെ ഫലം കൂടെ പറിച്ചു തിന്ന് എന്നേക്കും ജീവിപ്പാൻ സംഗതി വരരുത് എന്ന് കൽപ്പിച്ചു. യഹൂദ പാരമ്പര്യത്തിൽ ജീവവൃക്ഷം മനുഷ്യന് യഥാർത്ഥ ജീവൻ നൽകുന്നതായി കരുതപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് ശിക്ഷിച്ച് പുറത്താക്കപ്പെട്ട ആദാമിനും ഹവ്വായ്ക്കും ജീവവൃക്ഷഫലം എന്നേക്കുമായി നഷ്ടപ്പെട്ടു. എന്നാൽ മശിഹായുടെ വരവോടെ പുതുയുഗം ഉദയം ചെയ്യുമ്പോൾ ജീവവൃക്ഷം മനുഷ്യർക്ക് നൽകപ്പെടുകയും വിശ്വാസികൾ അതിൻ്റെ ഫലം ഭക്ഷിക്കുകയും ചെയ്യുമെന്ന് യഹൂദന്മാർ ചിന്തിച്ചു. ദൈവേഷ്ടം നിവർത്തിക്കുന്നവർ അമർത്യ വൃക്ഷഫലം തിന്നും. പറുദീസയിലെ ജീവവൃക്ഷത്തെപ്പറ്റി യഹൂദ റബിമാരുടെ ഇടയിൽ ചില ചിന്തകൾ ഉണ്ടായിരുന്നു. ഇങ്ങനെയാണ് അവർ പറയുന്നത്. അതിൻ്റെ ശാഖകൾ പറുദീസ മുഴുവനും മൂടിയിരുന്നു. 5 ലക്ഷം സുഗന്ധ ദ്രവ്യങ്ങൾ അതിലുണ്ടായിരുന്നു. അതിൻ്റെ പഴങ്ങൾക്ക് അത്രയും തന്നെ വിവിധ രുചികളുണ്ടായിരുന്നു. ഓരോ പഴവും വിഭിന്ന ഗുണങ്ങളോട് കൂടിയതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ആദ്യം നഷ്ടപ്പെടുത്തിയതിനെ ക്രിസ്തു തിരികെ കൊണ്ടുവരും എന്നതായിരുന്നു പ്രത്യാശ. ജീവവൃക്ഷ ഫലം തിന്നുക എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ നീതിമാന്മാരുടെ ഭാഗ്യാവസ്ഥയിലേക്ക് പ്രവേശിക്കുക എന്നാണ് അർത്ഥം. ക്രിസ്തു സർവാധിപതിയാകുമ്പോൾ ജയാളികളായ വിശ്വാസികൾക്ക് ലഭ്യമാകുന്ന ആനന്ദമാണ് ഇവിടുത്തെ ഒരു പരമ കാഷ്ടയായി പ്രഖ്യാപിക്കുന്നത്. പറുദീസയെ പറ്റിയുള്ള ആശയങ്ങൾ ഒരുപാടുണ്ട്. മൂലപദം പേർഷ്യൻ ഭാഷയിൽ നിന്നാണ്. ഉല്ലാസ പൂന്തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം. ഉല്ലാസം നൽകുന്ന ധാരാളം ഇരിപ്പിടങ്ങളും പുൽത്തളങ്ങളും മനോഹരമായ വൃക്ഷങ്ങളും പൂന്തോട്ടങ്ങളും നിയന്ത്രണത്തിന് കീഴിലുള്ള വന്യമൃഗങ്ങളും മറ്റും ഒക്കെ അതിൽ ഉണ്ടാവാം. പ്രശാന്ത സുന്ദരമായ ഏതൊന്നിനെയും വർണ്ണിക്കാൻ പറുദീസ എന്ന പദം അല്ലെങ്കിൽ ആശയം ഉപയോഗിക്കാറുണ്ട്. രണ്ട് അർത്ഥങ്ങളുണ്ട്. ഒന്നാമത് ഏദൻ തോട്ടം,
പറുദീസയാണ് ദൈവം സൃഷ്ടിച്ച ഏറ്റവും മനോഹരമായ പൂന്തോട്ടം. രണ്ടാമതായി, രാജകീയമായ ഏത് ഉദ്യാനത്തിനും പര്യായമായി അത് ഉപയോഗിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ നമുക്കതിനെ വായിക്കാം. ആദിമ ക്രിസ്തീയ ചിന്തയിൽ പറുദീസയ്ക്ക് പ്രത്യേക അർത്ഥമുണ്ട്. ഭൂമിക്കും സ്വർഗത്തിനും മധ്യേ ഉള്ള ആത്മാവിൻ്റെ വിശ്രമ സ്ഥലം. അന്ത്യനായി വിധി വരെ ആത്മാക്കൾ അവിടെ ആയിരിക്കും എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. തെർത്തുല്യൻ, സഭാപിതാവായ തെർത്തുല്യൻ ഇതിനെ ഭൂമിക്കടിയിലെ ഒരു സ്ഥലമായിട്ട് സങ്കല്പിച്ചു. ഗോത്രപിതാക്കന്മാരും രാജാക്കന്മാരും ഈ ഭൂഗർഭതലത്തിൽ പറുദീസയിലാണ് ഇപ്പോൾ വസിക്കുന്നത് എന്ന ചിന്തയും ഉണ്ടായിരുന്നു. മഴയും മഞ്ഞും കൊടുങ്കാറ്റും തിരമാലയും ഇല്ലാത്ത സമുദ്രത്തിൽ നിന്ന് മന്ദമാരുതൻ വീശിക്കൊണ്ടിരിക്കുന്ന ഉല്ലാസ ഉദ്യാനമായി ഇതിനെ ഫെലോ എന്ന് ചരിത്രകാരൻ വർണ്ണിക്കുന്നുണ്ട്. അപ്പോൾ രക്തസാക്ഷികളുടെ ആത്മാക്കൾ മാത്രം നേരിട്ട് പറുദീസയിൽ പ്രവേശിക്കുന്നു എന്ന് ആദിമ സഭാപിതാക്കന്മാർ കരുതിയിരുന്നു. ചിന്തകനായും സഭാപിതാവായും അറിയപ്പെട്ട ഓറിഗൻ പറയുന്നു, ഈ ആയുസ്സിനെ വിട്ടുപിരിഞ്ഞിട്ടുള്ള വിശുദ്ധന്മാർ ഈ ഭൂമുഖത്ത് തന്നെ പറുദീസ എന്ന സ്ഥലത്ത് വിശ്രമം കൊള്ളുന്നു. അവിടെ അവർക്ക് ആവശ്യമായ പ്രബോധനവും ശിക്ഷണവും തുടർന്ന് ലഭിക്കണം. കൂടുതൽ വിശുദ്ധന്മാരായവർ അവിടെ അധികം പൂർണ്ണതയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ളവർ വായുമണ്ഡലത്തിലേക്ക് ഉയർത്തപ്പെടുകയും ദൈവരാജ്യത്തിലേക്ക് എടുക്കപ്പെടുകയും ചെയ്യും. അങ്ങനെ അവർ പല വാസസ്ഥലങ്ങളിൽ കൂടി കടന്ന് മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഞാൻ ഇരിക്കുന്നിടത്ത് അവരും ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞ അവസ്ഥയിൽ അവരെത്തിച്ചേരും എന്നൊക്കെയുള്ള ചിന്ത ആദിമസഭയിലുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ പറുദീസ സ്വർഗത്തിന് മുമ്പുള്ള ഒരു വാസസ്ഥലമാണെന്നും അതൊരു ശുദ്ധീകരണ സ്ഥലമാണെന്നും നീതിമാന്മാരുടെ ആത്മാക്കളെ ദൈവസന്നിധിയിലേക്കുള്ള പ്രവേശനത്തിനായി ഒരുക്കുന്ന സ്ഥലമാകുന്നുവെന്നും ആദിമ ക്രിസ്തീയ ചിന്തകരെല്ലാം കരുതുകയും അങ്ങനെ അതിനെ കാണുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ പറുദീസയും സ്വർഗവും ഒന്നായി കരുതാൻ തുടങ്ങി. യേശുക്രിസ്തു ക്രൂശിൽ വെച്ച കള്ളനോട് പറഞ്ഞ വാചകം അതിനൊരു അടിസ്ഥാനമായി എടുക്കുന്നു. അതിനെക്കുറിച്ച് സൂക്ഷ്മമായി പറയാൻ നമുക്ക് സാധിക്കില്ല, കാരണം വേദപുസ്തകത്തിൽ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. പറുദീസ ക്രിസ്തു വസിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. വിശുദ്ധന്മാർ ഈ ലോക ജീവിതാനന്തരം അധികം ക്രിസ്തു സാമീപ്യത്തിലേക്ക്, കൂടുതൽ സ്പഷ്ടമായ ക്രിസ്തു സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ആശയമാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത്. അതാണ് വേദപുസ്തക ചിന്തയോട് കൂടുതൽ യോജിച്ച് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വായിച്ച വേദഭാഗത്ത് യോഹന്നാനിലൂടെ സഭയ്ക്ക് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയ വാഗ്ദാനമാണ് ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുക. ഒരിക്കൽ നഷ്ടപ്പെട്ടതിനെ, വിലക്കപ്പെട്ടതിനെ, അമർത്യതയുടെ പര്യായമായ ജീവവൃക്ഷത്തിൻ്റെ ഫലം നിനക്ക് തിന്മാൻ തരും, എന്നാൽ നീ ജയിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വലിയ ഒരു പോരാട്ടം നിറഞ്ഞതാണ്. പൗലോസ് പറയുന്നു എഫേസ്യ ലേഖനത്തിൽ 6-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, ഈ ലോകത്തിലെ ദുഷ്ടാത്മസേന, സ്വർഗത്തിലെ ദുഷ്ടാത്മസേനയോടാണ്. അപ്പോൾ ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ക്രിസ്തീയ ജീവിതത്തിന് അനിവാര്യമാണ്. തിമത്തിയോസിനോട് പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോരാട്ടം പോരാടി. അപ്പോൾ പോരാട്ടത്തിലേക്കുള്ള പ്രവേശനമാണ് ക്രിസ്തീയ ജീവിതം. അവിടെ ജയിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്ന ദൈവമുണ്ട്. ഒരിക്കൽ വിലക്കപ്പെട്ട, നഷ്ടപ്പെട്ട പറുദീസയുടെ അനുഭവത്തിലേക്ക് പ്രവേശിപ്പാൻ ഈ പോരാട്ടത്തിലൂടെയുള്ള ജയം അനിവാര്യമാണ്. നമുക്ക് അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, മറ്റൊരു പ്രഭാതത്തിൻ്റെ നന്മയിൽ, അതിൻ്റെ സാധ്യതയിൽ അടിയങ്ങൾക്ക് അവിടുന്ന് നൽകിയ പ്രവേശനത്തിനായി സ്തോത്രം. രാത്രിയിൽ അടിയങ്ങളെ കരുതി സൂക്ഷിച്ചല്ലോ. പ്രഭാതത്തിൽ ഉണർന്ന് സ്തുതിപ്പാൻ നൽകിയ ഭാഗ്യത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഇന്നത്തെ പകൽക്കാല ജീവിതത്തിൽ മാറ്റമില്ലാത്ത കരുണയിലും കൃപയിലും ഞങ്ങളെ കാക്കണമേ.
ചെറുതും വലുതുമായ ആവശ്യങ്ങളുടെ മധ്യത്തിൽ പതറിപ്പോകാതെ കർത്താവെ അവിടുന്ന് വഴികളെ തുറന്ന് തരണമേ, ആലോചന നൽകണമേ. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായി വിശ്വസ്തമായി ചെയ്യാൻ ഇന്നത്തെ പകൽക്കാലം ഞങ്ങൾക്ക് ബലം പകരണമേ. ശരീരത്തിനും മനസ്സിനും ആത്മീയമായും ഞങ്ങൾ ഒരുപോലെ അവിടുന്ന് ഊർജ്ജസ്വലരാക്കണമേ. പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ സാന്നിധ്യം അനുഭവിപ്പാൻ സഹായിക്കണം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതുവർഷം അവിടുന്ന് ദാനമായി പകരണമേ. യേശു മശിഹ മൂലം ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയും ദൈവിക അനുഗ്രഹവും കാവലും നാം എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.